സംസ്ഥാനത്തെ ബാറുകളുടെ സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അപ്രതീക്ഷിതമായി പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ആയുധമായി ബാർ വിഷയം മാറുകയാണോ? ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ സമ്മതത്തോടെയാണെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് വെളിപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി കനത്തു. മര്യാദ പാലിക്കേണ്ടതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് മന്ത്രി വെല്ലുവിളി സ്വരത്തിൽ പറഞ്ഞതോടെ പ്രതിപക്ഷം പ്രതിസന്ധിയിലായി. എം.ബി. രാജേഷിന്റെ വാദങ്ങളെ പൂർണ്ണമായും പ്രതിപക്ഷ നേതാക്കൾ തള്ളിക്കളഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പ്രവർത്തന സമയം കൂട്ടിയതിൽ ദുരൂഹതയുണ്ട് എന്നും ആരോപിച്ചു. തീരുമാനം സർക്കാർ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തോ ഇല്ലയോ എന്നതിലും അവ്യക്തത തുടരുകയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ ക്രൈസ്തവ സഭകളും രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാൻ സർക്കാർ തീരുമാനിച്ചത് പ്രതിപക്ഷ പിന്തുണയോടെയാണോ? ബാറുകളുടെ സമയമാറ്റം സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണെന്ന് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാരിന്റെ ഉത്തരവ് അറിഞ്ഞത് വാർത്തകളിലൂടെയാണ്. സാധാരണ നിലയിൽ മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഉത്തരവാദിത്തമുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ബാറുകളുടെ സമയം ഏകീകരിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടായിരുന്നുവെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഇവിടെ മാത്രം എന്തോ പ്രശ്നമുണ്ട് എന്ന് അവതരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റേത് ഇരട്ടത്താപ്പും കാപട്യവും നിറഞ്ഞ നിലപാടാണെന്നും എം.ബി. രാജേഷ് ഇന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ ബാക്കി. എന്നാൽ എം.ബി. രാജേഷ് പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. സമയം ഏകീകരിക്കുന്ന ശ്രമം നടക്കുന്നുവെന്നറിയാമായിരുന്നുവെന്നും എന്നാൽ സർക്കാരുമായി വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും പ്രതിപക്ഷത്തെ പഴിചാരി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും കെ.പി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. ഈ സമയം ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നെന്ന് എൻ്റെ രാവിലത്തെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഗവൺമെൻറ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ് ബാർ ഉടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബാറിൻ്റെ സമയം ഏകീകരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഗവൺമെൻറ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകണം ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണം. മദ്യനയം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷത്തിൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കേണ്ട. ഭരണകക്ഷിക്ക് തന്നെയാണ്, മന്ത്രിക്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. പ്രതിപക്ഷത്തെ പഴിയാരി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരു അറിവുമില്ല, യാതൊരു പിന്തുണയും ഇക്കാര്യത്തിലില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചയില്ല. പിന്നെ ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവിടെ അവരെന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീരുമാനം എവിടുന്ന് വന്നു എന്നുള്ളതാണ് പിന്നെ പത്രക്കാർ അന്വേഷിക്കേണ്ടത്. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നയമാണ് സർക്കാരിന്റെ എന്ന് ഓർത്തഡോക്സ് സഭ ആരോപിച്ചു. സർക്കാർ തീരുമാനം പുതുതലമുറയെ നശിപ്പിക്കും. തലമുറയെയും സംസ്കാരത്തെയും വിറ്റിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാൻ എന്നും വിമർശനമുയർന്നു. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിൻ്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. 1000-ഓളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്നലെയാണല്ലോ വന്നത്. അതിലൊരു ഇഷ്ടക്കേടുണ്ട് എനിക്ക് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇഷ്ടക്കേടുണ്ടെന്ന് പറയുമ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടൊരു ചർച്ച ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണെന്ന് എനിക്കറിയായിരുന്നു. എന്താ തോന്നുന്നത് ഇന്നത്തെ കാര്യങ്ങൾ വെച്ചിട്ട്? അല്ല, രാഷ്ട്രീയമായ ചർച്ച ഞാനും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് പ്രതിപക്ഷവുമായി ആലോചിക്കാതെ, പ്രതിപക്ഷത്തിൻ്റെ അറിവില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു കാരണവശാലും സർക്കാർ കടക്കില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തതയോടെ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ്. കാരണം ആര് പറയുന്നതാണ് സത്യം എന്നുള്ളതെങ്കിലും ജനം അറിയണമല്ലോ. ഇതിൽ എക്സൈസ് മന്ത്രി പറയുന്നതാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ സത്യം എന്നുള്ളത് ജനം അറിയണ്ടേ? എക്സൈസ് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു, ഇക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ഒരാശയവിനിമയം ഉണ്ടായിട്ടുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ കൂടി താല്പര്യമനുസരിച്ചാണ് ഇത് നടപ്പാക്കിയത് എന്ന് എക്സൈസ് മന്ത്രി ഉറപ്പിച്ചു പറയുകയാണ്. അദ്ദേഹം കുറച്ചുകൂടി കടത്തി പറയുന്നുണ്ട്, ഇക്കാര്യത്തിലൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് വളരെ പ്രോഗ്രസീവാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. കൂടുതൽ ഇനി പ്രതിരോധിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആക്ഷേപവുമായി വന്നാൽ അപ്പോൾ ബാക്കി കൂടി പറയാം എന്നുള്ള വെല്ലുവിളി കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ ചർച്ചയുടെ ഏത് തലം വരെ പോയാലും അതിൽ ചർച്ച ചെയ്യാനുള്ള വകുപ്പ് കയ്യിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം അപ്പുറത്ത് വി.ഡി. സതീശൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ട് പോലും കാലങ്ങളായി എന്നാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മന്ത്രി കള്ളം പറയുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യത്തിൽ ഒരു വ്യക്തത തീർച്ചയായും വരേണ്ടതുണ്ട്. അത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ കൂടി അറിവില്ലാതെ ഇത്തരം ഒരു കടന്ന കൈക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ മുതിരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താ, ഇത് കാലമായിട്ടുള്ള ആലോചനയാണ്, ഇത് പുതിയ ആലോചനയല്ല. പിന്നെ ഈ ആലോചനയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അത് മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് എന്ന് നോക്കിയാൽ കേരളം വളരെ നേരത്തെ തന്നെ അടച്ചുപൂട്ടി വീട്ടിൽ പോകുന്ന ഒരു സംവിധാനമാണിപ്പോൾ. കാരണം അത് രാവിലെ 2 മണി വരെയും 4 മണി വരെയും പ്രവർത്തിക്കുന്ന മദ്യശാലകളുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇനി പ്രതിശീർഷ മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ്. ഇപ്പോൾ ആളുകളുടെ മദ്യ ഉപഭോഗത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ? അതിൽ മാറ്റം വന്നിട്ടുണ്ട്. മദ്യത്തിൻ്റെ ലഭ്യത കൂടുതൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുവോ കുറയുവോ? അത് ഇതുവരെയുള്ള പഠനങ്ങൾ കുറയും എന്നാണ് തെളിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല വിഷയങ്ങൾ പഠിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ ഈ 74 ടൂറിസം കേന്ദ്രങ്ങൾ എന്നുള്ളത്, അതിനെ ഒരു ഘട്ടത്തിൽ ഇത് ബാറുകൾ അനുവദിക്കാനുള്ള തന്ത്രമാണ് എന്നൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്തു. പക്ഷേ കേരളത്തിൻ്റെ പൊതു അവസ്ഥ നിങ്ങൾ നോക്കൂ സനീഷ്. ഇതിപ്പം നമ്മൾ ഈ ഇറങ്ങി ചായ കുടിക്കാൻ പോകുന്ന ആര്യാസ് ടൂറിസം കേന്ദ്രം വല്ലതും ആണോ? അവിടെ നമ്മൾ പോയാൽ ആരെയാണ് കാണുന്നത്? കൂടുതൽ ആരെയാണ് കാണുന്നത്? ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ. ഇപ്പം ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാർ ഇവിടെ എനിക്കറിയാവുന്ന മൂന്നാർ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് 29 കിലോമീറ്റർ അപ്പുറത്തുള്ള മൂന്നാറാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ നാടും മൂന്നാറാണ്. അവിടെ നിന്ന് 45 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന അടിമാലി മൂന്നാറാണ്. ഇതിന് നേര്യമംഗലം വരെ മൂന്നാറാണ്. എന്താണ് കാര്യം? കാരണം ടൂറിസ്റ്റുകളുടെ തള്ളിക്കയറ്റം ആ രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ടൂറിസ്റ്റുകൾ ധാരാളം വന്ന് വരുന്ന, അതായത് നമ്മൾ വിചാരിക്കും ഇവിടെ എന്തിനു നിന്നിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ആളുകൾ നിൽക്കുന്നത്? നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്ന ആളുകളായതുകൊണ്ട് ഇവിടെയൊന്നും വേറെ പ്രത്യേകിച്ച് സൗന്ദര്യം ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരെ ആളുകൾ വന്ന് നിന്ന് ഗംഭീരമായ സ്ഥലമാണെന്ന് വിലയിരുത്തി ഫോട്ടോ എടുക്കുകയാണ്. ഞാനിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഫോറം മാളിൽ നിൽക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സംഘം ടൂറിസ്റ്റുകൾ, അവർ ഫോണിൽ സംസാരിക്കുക. അപ്പോൾ ഒരു സ്ത്രീ ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഞങ്ങളിവിടെ ഇപ്പോൾ വീഡിയോ കോൾ എല്ലാം ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ അപ്പുറത്തുള്ള ആളുകളോട് പറയുന്നത് കേരളാവെ ബഡേ ബഡേ എന്താണ് ബിൽഡിങ്സ്, വീടുകൾ വലിയ വലിയ വീടുകളാണ് എന്നൊക്കെയുള്ള കൗതുകം. ഇതൊക്കെ അടക്കം കൗതുകമാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണത്. കേരളത്തിലെ വീടുകൾ എങ്ങനെയാണുള്ളത്, കേരളത്തിൻ്റെ റോഡ് എങ്ങനെയാണ്, കേരളത്തിൻ്റെ പ്രകൃതി എന്താണ്, ഇവിടുത്തെ മഴ എങ്ങനെയാണ്, തണുപ്പ് എവിടെയാണുള്ളത്, നല്ല ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത്, കള്ള് ഇങ്ങനെ വ്യാപകമായി കിട്ടുന്നു എന്നുള്ളത് പോലും കൗതുകമാണ്. അതുപോലും കണ്ടന്റായി ധാരാളം വരുന്നുണ്ട്. ഇനി ഏറ്റവും രസകരമായ ഒരു തമാശ, ഞാൻ ഈ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവിടേക്ക് വരുന്ന വരുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു വിഭാഗത്തിന് ഇവിടെ നിന്ന് ബീഫ് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൂടി കൊണ്ടാണ് വരുന്നത്. കേരളത്തിൽ ധാരാളം ബീഫ് കിട്ടും എന്നുള്ള അറിവ് കൊണ്ട് ആ ബീഫ് രുചിച്ചു നോക്കാനുള്ള താല്പര്യത്തോടെ വരുന്ന ടൂറിസ്റ്റുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത്രയും ടൂറിസം രംഗത്ത് ആ നിലയ്ക്ക് വളരുന്ന ഒരു സംസ്ഥാനത്ത് കൂടുതൽ ആളുകൾ ആ നിലയ്ക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് വിഷയത്തിലെടുക്കേണ്ട പോയി ഇപ്പോഴത്തെ വീശി അല്ല, ആ വിഷയത്തിലുള്ളത് കയ്യിലുണ്ട് പേജ് മാറിപ്പോയിട്ടില്ല. ആ വിഷയത്തിൽ ചില വിയോജിപ്പുകൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത് എന്താണ്, അപ്പോൾ അത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് ഇവിടെ മദ്യം അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്, എനിക്ക് തമാശ തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാർ ഉടമകളുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പരിശോധിക്കണം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാർ ഉടമകളുള്ള രാഷ്ട്രീയ പാർട്ടി CPM ഒരിക്കലായിരിക്കും. അല്ലല്ലോ. അപ്പോൾ അത് ഏത് പാർട്ടിയാണെന്ന് നോക്കാം. കേരളത്തിൽ മന്ത്രിമാർക്ക് ബാറുള്ള കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ അത് ബാറുകൾ അങ്ങനെ അത് അവരോട് തന്നെ ചോദിക്കണം. ആ മുതിർന്ന നേതാക്കളായ ബാർ ഉടമകളുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളിലെ നേതാക്കന്മാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് ചോദിക്കണം. പിന്നെ ഈ സഭാ നേതൃത്വം ഈ പറയുന്നതിനോട് എല്ലാ കാലത്തും എനിക്ക് വിയോജിപ്പാണ്. കാരണം എന്താ, സഭ ഒന്നാമത് ചിന്തിക്കേണ്ടത് എന്താണ്, സഭയുടെ ആസ്ഥാനങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ റോം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ മദ്യപിക്കുക എന്നുള്ളത് ഏറ്റവും നിഷിദ്ധമായ ഒരു കുറ്റകൃത്യമായി കാണുന്നില്ല. ഇത് കേരളത്തിലുള്ള ഒരു പരിപാടിയാണിത് സഭാ നേതൃത്വത്തിന്. ഇവിടെ എപ്പോഴും ഞാൻ പണ്ടൊക്കെ രാവിലെ ഉണരുന്ന വീഞ്ഞിനെ ബാറിലെ മദ്യമായിട്ട് ചേർക്കരുത് കേട്ടോ. ഇല്ലില്ല, അല്ല, വീഞ്ഞല്ല, മദ്യം തന്നെ, അതിനകത്ത് സംശയമില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഉണർന്ന് കേൾക്കുമ്പോൾ ചാരായം കുടിക്കരുതേ, പണം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുത്, ഈ പ്രചാരണം അതിൽ സഭയാണ് അതിൽ ഇത്തരം ഈ പ്രചാരണത്തിൽ നിർത്തുന്നത്. നല്ല കാര്യമാണ്. ഒരു കാലത്ത് ഇവിടെ ദാരിദ്ര്യം എന്ന നിലയ്ക്ക് നിൽക്കുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായി തന്നെ അതിനെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ആ കാലം മാറിയില്ലേ, അതിൻ്റെ ആ ലോകവും കാലവും മാറിയിട്ടുണ്ട്. അതിന് വേറൊരു തലത്തിലാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലം അതിനെ കാണേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടെ കാണണം.
ഈ അല്ലെങ്കിൽ സഭാ നേതൃത്വം ചെയ്യേണ്ട കാര്യം സഭാ മക്കളുടെ ബാറുകൾ ആദ്യം നിർത്താനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഭാ നേതൃത്വം പറഞ്ഞാൽ അങ്ങനെ കേൾക്കാത്തവരല്ല സഭാ മക്കൾക്കുള്ള ബാറുകൾ ആദ്യം നിർത്തട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് സഭാ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിലെന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു പറഞ്ഞിട്ട് വേണം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ, പൊതുസമൂഹത്തെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനും സർക്കാരിനെ തിരുത്താനുള്ള നടപടി സ്വീകരിക്കാനും. ഇതാണ് ഇക്കാര്യത്തിൽ തൽക്കാലം എനിക്ക് പറയാനുള്ള കാര്യം. ഇതിനകത്തല്ല ഹർഷൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. എനിക്ക് എൻ്റെ വിയോജിപ്പല്ല, വിയോജിപ്പ് എന്ന് വെച്ചാൽ ഇഷ്ടമില്ലായ്മ എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇഷ്ടക്കേട്. ആ ഇഷ്ടക്കേടിൻ്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ട് ആളുകൾക്ക് ഈ അല്ലെങ്കിൽ തന്നെ കുടിക്കുന്ന ആളുകൾ പിന്നെ ഒരു 2 മണിക്കൂർ വേണോ എന്നുള്ളൊരു സംശയമായിരുന്നു എനിക്ക് ചോദിച്ചത്. പക്ഷേ ഞാൻ വീണ്ടും ആലോചിച്ചു വർഷം, അതായത് ഇന്നിപ്പോൾ വന്നിട്ട് എം പി രാഷ്ട്രീയ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ മദ്യവുമായി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും കേരളത്തിൽ വലിയ ചർച്ചയാണ്, എല്ലാ കാലത്തും ചർച്ചയാണ്. ഹർഷൻ പറയുന്ന പോലെ ഇത് വളരെ എല്ലാവരും വെള്ളടിക്കും, എന്നിട്ട് വെള്ളത്തിനെതിരെ വർത്താനം പറയും. ഏത് പൊതുവിലൊരു സാഹചര്യം അങ്ങനെയുണ്ട്. ഇപ്പോൾ സഭയുടെ കാര്യം പറഞ്ഞില്ലേ, സഭാ മക്കൾ ബാർ നടത്തുന്നുണ്ട്, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ബാർ നടത്തുന്നുണ്ട്. ഇടതുപക്ഷത്തിലെ ആളുകളിൽ കുറച്ച് പാർട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും ബാർ നടത്തുന്നുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ വിഷയം വന്നാൽ വെള്ളമടിക്കുന്നവനും ഇപ്പോൾ ഒരു ഇഷ്ടക്കടങ്ങ് പറയും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ, വെള്ളം അടിക്കുന്ന ആൾ ഒരു ഇഷ്ടക്കടങ്ങ് പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുക ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് ഇങ്ങനൊരു സാധനം ഒരു പുതിയൊരു പോയിന്റ് എടുത്ത് വെച്ചിട്ട് എന്തിനായിരുന്നു ഈ സർക്കാരിൻ്റെ എന്തൊരു ആലോചന നടത്തി. അപ്പോൾ ഇനി വല്ല ഗുണഫലമുള്ള കാര്യമാണോ? ഗുണഫലമുള്ള കാര്യം എന്ന് വെച്ചാൽ 1000-ൽ താഴെ ബാറുടമകൾ മാത്രമല്ലേ കേരളത്തിലുള്ളൂ. 800 സംതിങ് അങ്ങനെയല്ലേ ആകെയുള്ള ബാറുടമകൾ. ബാറുകളുടെ എണ്ണം അത്രയും 1000-ൽ താഴെയാണ്. അപ്പോൾ ആ ബാറുടമകൾക്ക് മാത്രം സന്തോഷം ഉണ്ടാക്കുന്ന ഈ ശരി ഒരു 10,000 ആളുകൾ 12 മണിക്ക് ശേഷവും അല്ല 12 മണി വരെ സമയമാക്കിയാൽ കുടിക്കുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടെന്ന് കരുതുക. ഒരു 10,000-20,000 ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് എനിക്ക് തോന്നിയിട്ട് മനസ്സിലായില്ല. എനിക്ക് എന്താണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നൊന്നുമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തതാണ്. എം പി രാജേഷ് നല്ല ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം ഇന്നലെ വരെ വർത്തമാനം പറയുന്നത് കാണിച്ചുകൊണ്ടിരുന്ന വി.ഡി. സതീശൻ്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം ഇല്ലാന്നും നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഹർഷ, ഇത് കുറച്ച് കടന്ന വിശകലനമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കാണുന്ന ആളും ക്ഷമിക്കണം, ഹർഷനും ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം. അതായത് എന്തിനാണ് ബാർ വിഷയം എന്നൊരു വിഷയത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലേക്ക് അങ്ങ് ഇട്ടാൽ ഒരു രാഷ്ട്രീയ നേട്ടം ഈ CPM-കാർ കാണുന്നുണ്ടോ, ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ബാർ വിഷയം എന്ന് വെച്ചാൽ എന്താണല്ലോ ഓർക്കുക, കഴിഞ്ഞ തവണ എങ്ങനെയാണ് ഈ ബാർ പൂട്ടുകയും തുറക്കുകയും ഈ മദ്യനയമൊക്കെ ഉണ്ടാവുകയൊക്കെ ഉണ്ടായത്? ഹർഷൻ ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർ ഒരു സംഘർഷത്തെ തുറന്ന് ബാർ ആകപ്പാടെ അടച്ചു പൂട്ടി, എല്ലാം കൂടി നിരോധനം എന്നുള്ള മദ്യം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള തീരുമാനം എടുത്തു. കെ ബാബുവിനെതിരായിട്ട് വലിയ അഴിമതി ആരോപണം വന്നു. അവിടെ കൊണ്ടല്ല പോയിന്റ്. കെ ബാബുവിനെതിരെ അഴിമതി ആരോപണം വന്നു. തൊട്ടു പിന്നാലെ KM മാണിക്കെതിരെ അഴിമതി ആരോപണം വന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വമ്പൻ സമരങ്ങൾ നടത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി സമരം മാണിക്കെതിരായിട്ട് രാഷ്ട്രീയ സമരമായിരുന്നെങ്കിൽ ഈ മുന്നണിക്കകത്ത് വലിയ കാലുഷ്യം ഉണ്ടായി. ഉമ്മൻചാണ്ടിയും KM മാണിയും തമ്മിൽ വമ്പൻ തർക്കമുണ്ടായി, ഇല്ലേ? പ്രശ്നമുണ്ടായി. KM മാണി ഹൃദയവേദനയോട് കൂടിയിട്ട് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായിട്ട് വിഘടിച്ചു, വലിയ കുഴപ്പമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമേ അവരുടെ പാർട്ടി ഇങ്ങോട്ട് പോകുന്നുള്ളൂ എങ്കിലും എന്നേക്കുമായിട്ട് ആ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷമായിട്ട് KM മാണിയും ഉമ്മൻചാണ്ടിയും എന്ന സംഗതി നിന്നു. ഉമ്മൻചാണ്ടിയെ പാലം പിടിച്ചു, എന്തൊക്കെയോ കാര്യങ്ങളുള്ള കാര്യത്തില്ലേ, ഉള്ളിൽ പ്രശ്നമുണ്ടായി, അദ്ദേഹം ഹൃദയവേദനയോടാണ് മരിച്ചതെന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ വന്നു. ഹർഷ, ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ ഏത് ചർച്ചയാണ് വരിക? ആത്യന്തികമായിട്ട് ഈ ബാറിലെ വിഷയം മദ്യനിരോധനം വന്നാൽ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യം മാത്രമല്ലോ വരിക. എന്താണ് കേരളത്തിൻ്റെ ഒരു ബാർ ഹിസ്റ്ററി എന്നിങ്ങോട്ട് വരും. ബിജു രമേശ് എന്ന പേര് വരും. ബാർ ഉടമകളുടെ കാര്യം വരും. ഇതിനകത്ത് അഴിമതി, പണം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയത്, തർക്കം, പെട്ടെന്ന് ബാൻ ചെയ്തത്, ഈ പിന്നീട് വരുമ്പോൾ ഇത് മാറ്റേണ്ടി വന്നത്, ഏറ്റവും ഒടുവിൽ ആത്യന്തികമായിട്ട് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് എം എങ്ങനെ UDF നിന്ന് വിഭജിച്ചു, KM മാണിയുടെ ഈ ലെഗസി, KM മാണിയുടെ അദ്ദേഹത്തോടുള്ള ആരാധനയുള്ള ആളുകൾ എങ്ങനെ കോൺഗ്രസിൻ്റെ ചതിയെക്കുറിച്ച് എന്നിവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കും എന്ന സംഗതിയിലേക്ക് ഇത് എത്തിക്കാനാണ് ഈ CPM-കാർ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നു. ഇനി ഇവരിതൊന്നും ആലോചിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എൻ്റെ വിശകലനത്തോട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ ബലമായിട്ട് സംശയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ന് തന്നെ അവർ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? മറക്കരുത്, ആ കാലം തിരിച്ചു വരരുത്, 2016 കാലം തിരിച്ചു വരരുത് എന്നൊരു ഫേസ്ബുക്ക് പേജും ഒരു ക്യാമ്പയിനും CPM തുടങ്ങിയ അതേ ദിവസമാണ് എം പി രാഷ്ട്രീയ വാർത്താ സമ്മേളനം നടത്തിയത്. ഇത് ആത്യന്തികമായിട്ട് ഇത് ഇവരുടെ തന്ത്രമാണ്. ഞാനിത് നേരത്തെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ UDF-കാർ കാര്യം മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ചാൽ മതി. ഇന്ന് കൂടെ ഒരു നല്ല ബുദ്ധിയോടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചാടിക്കയറി പിടിച്ച് അവരുടെ തന്ത്രത്തിൽ നിങ്ങൾ വീഴരുത് എന്നൊരു അഭിപ്രായം കൂടെ എനിക്ക് പറയാം. ഒറ്റ കാര്യം കൂടെയുണ്ട്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചതിൽ ഇവിടെ വാർത്ത കാണാത്തതൊന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആയിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ബാറുകളല്ല സ്കൂളുകളാണ് തുടങ്ങാൻ പോകുന്നതെന്നാണ്. ആദ്യം അദ്ദേഹം ഈ കാര്യം പറയേണ്ടത് മഹാരാഷ്ട്ര സർക്കാരിനോട്, ഗുജറാത്ത് പിന്നെ പറയേണ്ടത് അതല്ല, ഗുജറാത്ത് പിന്നെ മദ്യ നിരോധനത്തിൽ നിൽക്കാതെ മഹാരാഷ്ട്ര സർക്കാരിനോട്, ഉത്തർപ്രദേശ് സർക്കാരിനോടൊക്കെ പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകളുള്ള സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്.
നമ്മളിപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് കേരളമാണെന്ന്. അല്ല, അത് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഒക്കെയാണ്. അവസാനിപ്പിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ 12 മണിവരെയും 1 മണിവരെയും ഒക്കെ ബാറുകളും പബ്ബുകളും പ്രവർത്തിക്കുമ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർന്നു കേട്ടിരുന്നു. ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ്, സർക്കാരിന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം, കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം മദ്യശാലകളുടെ പ്രവൃത്തി സമയം കൂട്ടുന്നതിൻ്റെ നേട്ടങ്ങളായി സർക്കാർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ബാറുകളിലെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ പോലീസ് പട്രോളിങ്ങും CCTV നിരീക്ഷണവും എല്ലാം ഉറപ്പാക്കേണ്ടി വരും. അത് രാത്രി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരുടെ മറ്റൊരു ന്യായം. അതേവേളയിൽ തന്നെ ഒരു വശത്ത് മദ്യവർജനത്തെക്കുറിച്ച് പറയുന്ന സർക്കാർ മറുവശത്ത് മദ്യലഭ്യത കൂട്ടുകയാണ് എന്ന വിമർശനം പല കോണുകളിൽ നിന്നും പിന്നെയും ഉയർന്നു വരുന്നുണ്ട്. പുതിയ തീരുമാനം മദ്യാസക്തി കൂട്ടുമെന്ന് ക്രൈസ്തവ സഭകളടക്കം വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പൊതുസമൂഹം ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന ചോദ്യവും പ്രസക്തം. ദിവസം 15 മണിക്കൂറോളം പണിയെടുക്കേണ്ടി വരുമെന്ന ബാർ തൊഴിലാളികളുടെ അധിക ജോലി ഭാരം എന്ന ആശങ്കയും സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം.